കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് എറണാകുളം ജില്ലാ സമ്മേളനം ഫെബ്രുവരി 3-ന് പറവൂരിൽ. കഴിഞ്ഞ 2 വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ഭാവി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്നതിനും വേണ്ടി നടത്തുന്ന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ.വി. രാജൻ ഉദ്ഘാടനം ചെയ്യും. ഫുട്ബോൾ ടൂർണമെന്റ്, സാഹിത്യ സംവാദം തുടങ്ങിയവയെല്ലാം എറണാകുളം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. കേബിൾ ടി.വി. വളർച്ചയിൽ ഇന്ത്യയിൽ മറ്റെല്ലാ സേവനദാതാക്കളും പിന്നോക്കം പോയപ്പോൾ വളർച്ച നേടിയ ഒരേയൊരു സംഘടനയാണ് കേരള വിഷൻ. കോർപ്പറേറ്റ് കമ്പനികളുടെ കടന്നുകയറ്റത്തിനെതിരെ ചെറുകിട കേബിൾ ടി.വി. മേഖലയെ സംരക്ഷിക്കുന്നതിൽ സിഒഎ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ദേശീയ തലത്തിൽ തന്നെ ഈ പ്രസ്ഥാനത്തെ ശ്രദ്ധേയമാക്കിയിട്ടുണ്ട്. വൈദ്യുതി പോസ്റ്റ് വഴി നമ്മള് ഫൈബറുകൾ വലിക്കുന്നതിന് വേണ്ടിയിട്ട് KSEBI എഗ്രിമെന്റ് ഉണ്ടാക്കി ഗ്രാമീണ മേഖലയിൽ 140 രൂപയും അതുപോലെ തന്നെ നഗരമേഖലകളിൽ 185 രൂപയും വെച്ചിട്ടുള്ള ഒരു തുക വെച്ചിട്ടാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ ജിയോ അടക്കമുള്ള മറ്റ് കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് ഇവിടെ വേരുറപ്പിക്കാൻ കഴിയാത്തതിന്റെ ഒരു കാര്യം ഞങ്ങളുടെ സാന്നിധ്യമാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ അവർക്ക് കടന്നു വരുന്നതിനുള്ള വഴിയൊരുക്കുന്നതിന്റെ ഭാഗമായി ഏത് തരങ്ങളിലാണ് ഞങ്ങളെ ദ്രോഹിക്കേണ്ടത് അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടതെന്നുള്ള ഒരു പഠനം നടന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ശ്രമം നടന്നുകൊണ്ടിരിക്കുക. വളരെയധികം ബിസിനസ് സാധ്യതയുള്ള കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് എറണാകുളം ജില്ലാ സമ്മേളനമാണ് ഫെബ്രുവരി 3-ന് പറവൂരിലെ PJ ജോബി നഗറിൽ നടക്കുന്നത്. അല്ലാതെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ആര് ചെയ്താലും, ഞങ്ങളടക്കം ആര് ചെയ്താലും ഞങ്ങൾ അതിനെ അംഗീകരിക്കില്ല, സപ്പോർട്ട് ചെയ്യില്ല. അതിനകത്ത് ജനങ്ങളുടെ കൂട്ടത്തിലാണ്. തന്നെയല്ല, ഞങ്ങളുടെ കേബിൾ വഴി ഏതെങ്കിലും ഒരു കൺസ്യൂമർക്ക് എന്തെങ്കിലും അപകടം ഉണ്ടായാൽ അവർക്ക് മതിയായ നഷ്ടപരിഹാരം കൊടുക്കുന്ന രീതിയിലുള്ള പബ്ലിക് ഇൻഷുറൻസ് വരെ ഞങ്ങളുടെ മുഴുവൻ നെറ്റ്വർക്കുകളിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പത്രമാധ്യമങ്ങളിൽ എല്ലാത്തിലും വന്നതാണ്. കാക്കനാട് വെച്ചൊരു അപകടം പറ്റിയൊരു കേസ്. അത് ശരിക്കും പറഞ്ഞാൽ ജിയോയുടെ കേബിളാണ്. അത് ഒരാളും അത് ജിയോയുടെ കേബിളാണെന്നുള്ള രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പം ഈ ഒരു സംഭവം നടക്കുമ്പോൾ ടാഗ് ചെയ്യാത്ത ജിയോയുടെ കേബിളും ഏഷ്യാനെറ്റിൻ്റെ കേബിളും അടക്കം ഇവർ മുറിച്ചു മാറ്റുന്നില്ല എന്നുള്ളൊരു പ്രത്യേകതയും കൂടി ഇതിലുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടും ഞങ്ങളുടെ ഓപ്പറേറ്റർമാർക്ക് നേരത്തെ തന്നെ ഒരു അറിയിപ്പ് കൊടുത്തിട്ടുള്ളതാണ്. അനധികൃതമായിട്ടുള്ള എല്ലാ കേബിളുകളും അഴിച്ചു മാറ്റണം, ടാഗ് ചെയ്ത് വൃത്തിയാക്കണം എന്നുള്ള രീതിയിൽ. സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ.വി. രാജൻ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഭാവി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്നതിനും വേണ്ടിയാണ് സമ്മേളനം നടത്തുന്നത്. ഇതോടനുബന്ധിച്ച് ഫുട്ബോൾ ടൂർണമെന്റ്, സാഹിത്യ സംവാദം എന്നീ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രജനീഷ് PS, സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ, ജില്ലാ സെക്രട്ടറി ബിജു ജോസഫ്, ജില്ലാ ട്രഷറർ TS സന്തോഷ്, ജില്ലാ പ്രസിഡന്റ് സുധീഷ് പട്ടണം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വൈദ്യുതി ബോർഡിന്റെ സാഹചര്യം നമുക്കറിയാം, അതൊരു വെള്ളാനയാണ്. വൈദ്യുതി നിരക്ക് വർദ്ധിക്കുന്നതിന്റെ സാഹചര്യം നമുക്കറിയാം. അപ്പൊ എത്രത്തോളം കെടുകാര്യസ്ഥത ആ സ്ഥാപനങ്ങൾ ഉണ്ടെന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. അപ്പൊ അവരുടെ കെടുകാര്യസ്ഥതയ്ക്ക് അല്ലെങ്കിൽ അവർക്ക് കിട്ടാനുള്ള പണത്തിന് ബദലായി ഇത്തരത്തിൽ ചെറുകിട മേഖലയിൽ ഈ പറയുന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ദ്രോഹിക്കുന്ന സമീപനമാണ് KSEBI സ്വീകരിക്കുന്നത്. അതിനെതിരെ ഞങ്ങൾ ശക്തമായ സമരത്തിലേക്ക് പോവുകയാണ്. ഈ 31-ാം തീയതി മുതൽ ഫെബ്രുവരി 2-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ കരിദിനം ആചരിക്കുകയും അതോടൊപ്പം തന്നെ ഡിവിഷണൽ ഓഫീസുകളിലേക്ക് വളരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധ മാർച്ചും സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പറവൂർ. 5 പവനിൽ തുടങ്ങുന്ന വിവാഹ സെറ്റുകൾ. ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ പഴയ സ്വർണ്ണാഭരണവും HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങളായി ഹോൾസെയിൽ വിലയിൽ മാറ്റി വാങ്ങുവാൻ അവസരം. സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ ആകർഷകമായ സ്വർണ്ണ സമ്പാദ്യ പദ്ധതികൾ. അലീന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.